മക്കളെ എന്തോ ബുള്ളി ചെയ്യുന്ന ഒരു NHS ട്രസ്റ്റ് എന്നുള്ള മോഡലൊക്കെ കുറെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ന്യൂ ജെന്നിനെ എടുത്തു പറയണം. ജെൻസി എന്ന് പറയുന്നതിനെ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ന്യൂ ജെൻ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് അങ്ങോട്ട് ജോലി കയറുന്ന ആൾക്കാരെ എടുത്തു പറയും. പുള്ളിയുടെ യൂണിഫോമിനോട് ബന്ധപ്പെട്ട് പുള്ളി ജോലി ചെയ്യുന്ന പാറ്റേണിനോട് ബന്ധപ്പെട്ടൊക്കെ പുള്ളി മതത്തിന്റെ കാർഡ് എടുത്തിട്ടു. അത് ഈ എംപ്ലോയർ ചെയ്ത കുറ്റം ഇതിനോട് പ്രോപ്പറായിട്ട് യൂണിഫോം ധരിക്കാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. ഇത് ഓഫ് കോഴ്സ് ഒരു ജെൻസി കുട്ടിയാണ്. ഈ പുള്ളിക്കാരി മിസ് എല്ലിനോടെ അതിനെ ആർഗ്യൂ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ മുസ്ലിം വസ്ത്രധാരണ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരുടെ ആ ആർഗ്യുമെന്റ് രീതി കൊണ്ടാണ് ഐ ഡോണ്ട് കെയർ ഈ മോഡലുള്ള ആർഗ്യുമെന്റ്. ഹലോ ഫ്രണ്ട്സ്, ഇച്ചയെക്കുറിച്ച് സ്വാഗതം. നാട്ടിലാണ് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് വളരെയേറെ വിവാദപരമായിട്ടുള്ള ചർച്ചകൾ നാട്ടിൽ പോലും കാണുന്നത് കൊണ്ട് ഒരു പ്രത്യേക കേസ് ഓർപ്പിക്കുകയാണ്. ചില മതവിഭാഗങ്ങളിലായിക്കോട്ടെ, ജെൻസി കുട്ടികളുടെ പ്രത്യേകിച്ചുള്ള ചില ആറ്റിറ്റ്യൂഡുകൾ പലരുടെ വീടുകളിലും സന്ദർശിക്കുമ്പോൾ കേൾക്കുന്നത് മക്കളെ എന്തോ ബുള്ളി ചെയ്യുന്ന ഒരു NHS ട്രസ്റ്റ് എന്നുള്ള മോഡലൊക്കെ കുറേ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് നമ്മളൊക്കെ നിങ്ങളുടെയൊന്നും കാലമല്ല, ഞങ്ങളുടെയൊക്കെ മക്കൾ ജീവിച്ചപ്പോൾ അവർക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ അറിയാം. ഈ മോഡൽ ഒരു ടോൺ ഇപ്പോൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. കൗതുകത്തോടെ പലയിടത്തും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടിരുന്നു. കാരണം ചില കാര്യങ്ങൾക്കൊന്നും ഡയലോഗ് ഡസൻ ഡിസേർവ് എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. നമുക്ക് അതിനുള്ള അർഹതയില്ല. വർത്താനം പറയേണ്ട കാര്യമില്ല. ഇവിടെ ചുമ്മാ കേട്ടിട്ട് ചിരിച്ച് ശരി ആൻറ്റി, ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് പോന്നാൽ മതി. കാരണം അവർ വിചാരിക്കുന്നത് അവരുടെ മക്കൾ പറയുന്നതാണ് ഇന്നത്തെ ശരിയും ലോകവും നിയമവും എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് ഇത് എന്നോടുള്ള ഇങ്ങനെ ഒരു വർത്തമാനം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്തരം ടൈപ്പിലുള്ള വീഡിയോകൾ കൂടുതലായിട്ട് പറയുകയും ചെയ്യുകയും ചെയ്യുന്നതാണ്. നഴ്സിംഗ് റിലേറ്റഡ് ആയിക്കോട്ടെ, വർക്ക് റിലേറ്റഡ് ആയിക്കോട്ടെ, നിയമങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ വിചാരം ഇവൻ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതുകൊണ്ട് ഇവനാണ് റെസ്പോൺസിബിൾ, ഇവനാണ് തൽപരകക്ഷി, ഇവനോട് സംസാരിക്കണം. 2 പറഞ്ഞിട്ട് ഇവൻ്റെ വായിക്കുന്ന ആർഗ്യുമെൻ്റ് കേൾക്കട്ടെ. ആർഗ്യൂ ചെയ്യുന്നില്ല നീ. ഇത്തരം കാര്യങ്ങളിൽ ആർഗ്യൂ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനല്ല കോടതി, ഞാനല്ല നിയമപരിഷ്കർത്താവും UK-യുടെ NHSൻ്റെ പിതാവും ഞാനല്ല. അതുകൊണ്ട് എനിക്ക് ഇവർക്കൊന്നും വേണ്ടി അടിപിടിക്കേണ്ട കാര്യമില്ല. ഇവരുടെയൊക്കെ മക്കൾ ഏതെങ്കിലും അയർലൻഡിലോ നോർത്തേൺ അയർലൻഡിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്നൊക്കെ പണി വാങ്ങിച്ച് കൂട്ടിയിട്ട് ആ പിള്ളേർ ആ കേസിൽ കിടന്നിട്ട് ഈ അപ്പനോടും അമ്മയോടും പറയുന്ന ഒന്നുകൊണ്ട് പഠിക്കണം, ഞാൻ വാദിച്ച് ജയിച്ച് കാണിച്ചില്ലാതെ പറഞ്ഞു കൊടുത്തത് കേട്ടോണ്ടുള്ള തുള്ളലാണ് ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന വീഡിയോ ഇവരും കാണുന്നതെന്നറിയാം. പുതിയ തലമുറയുടെ ഒരു കുഴപ്പമാണിത്. ന്യൂ ജെന്നിനെ എടുത്തു പറയണം. ജെൻസി എന്ന് പറയുന്നതിനെ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ന്യൂ ജെൻ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് അങ്ങോട്ട് ജോലി കയറുന്ന ആൾക്കാർ എടുത്തു പറയുന്നത്. ഇവരുടെ വിചാരം ഇവർ കുറേ കാർഡുകൾ ഇറക്കും. കളർ കാർഡ്, മതത്തിൻ്റെ കാർഡ്, പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുറേ രോഗത്തിൻ്റെ കാർഡ്. എനിക്ക് അങ്ങനെ രോഗം, ഇങ്ങനെ രോഗം, മറ്റേ രോഗം. ഇതൊക്കെ കുറേ കാലം വിജയിക്കും, എപ്പോഴും വിജയിക്കില്ല. അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഇതിന് പിടുത്തം വീഴും. കാരണം അത്തരം ട്രസ്റ്റുകൾ ഇതിനെ വെറുതെ വിടത്തില്ല. അതിനോട് സിസ്റ്റം അവിടെ ഉണ്ട്. പ്രോപ്പർ ഒരു സിസ്റ്റം ഇല്ലാത്ത ഒരിടത്ത് പോയി ഈ കളി കളിച്ചിട്ട് വല്ലവൻ്റെ താടിക്ക് തട്ടി വിജയിച്ചിട്ട് വരുന്ന പോലെ അല്ല നിയമം അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയിട്ട് കളിക്കുന്നത്. നിങ്ങളൊരു കോർപ്പറേറ്റ് ഒന്നുമല്ല, യു ആർ ജസ്റ്റ് എ സ്റ്റാഫ്, അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതിൻ്റെ തട്ടുകേടുകളുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി കഥയിലേക്ക് കിടക്കാം. ഈ പറയുന്ന കുട്ടിയുടെ കഥയല്ല ഞാൻ പറയാൻ വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇൻട്രസ്റ്റോടെ കൊത്തിയിരുന്ന് കേട്ടിരിക്കേണ്ട. ഏത് കസിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. എൻ്റെ കസിൻസ് ആരും വീഡിയോ നോക്കിയിരിക്കേണ്ട. നമ്മുടെ കുടുംബത്തിലെ ആരുടെയും കാര്യമല്ല ഇത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗം, ഒരു മുസ്ലിം വിഭാഗത്തിലെ ഒരു സ്ത്രീ ഒരിടത്ത് കെയറായിട്ട് വർക്ക് ചെയ്യുകയും ഒരു NHS ട്രസ്റ്റ് കെയറായിട്ട് വർക്ക് ചെയ്യുകയും ആ പറയുന്ന ട്രസ്റ്റുമായിട്ട് കുറച്ച് നിയമവ്യവഹാരങ്ങൾക്കകത്ത് ഏർപ്പെടുകയും പുള്ളിയുടെ യൂണിഫോമിനോട് ബന്ധപ്പെട്ട് പുള്ളി ജോലി ചെയ്യുന്ന പാറ്റേണിനോട് ബന്ധപ്പെട്ടൊക്കെ പുള്ളി മതത്തിൻ്റെ കാർഡ് എടുത്തിട്ടു. അത് ട്രസ്റ്റിൻ്റെ പോളിസിക്ക് വിരുദ്ധമായിട്ട് ട്രസ്റ്റ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും ട്രസ്റ്റ് അന്വേഷണത്തിന് വിട്ടു. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലോട്ട് പോയിട്ട് ട്രിബ്യൂണലിൽ പോയി. ആ ട്രിബ്യൂണലിൽ ഇപ്പോൾ പുള്ളിക്കാരുടെ കേസ് തള്ളി. സ്റ്റിൽ ഐ കാൺട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് ഇയാൾ ശരിയാണ് അല്ലെ ആ ട്രിബ്യൂണൽ തെറ്റാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ കേസ് കിടക്കുക, പുള്ളിക്കാരി അപ്പീലിന് പോയിരിക്കുന്നു. ഞാൻ ന്യൂസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഇടാം. ഇനി ഇത്തരം ഞാൻ മുമ്പ് പറഞ്ഞ ആമുഖത്തിനകത്ത് ഇതുപോലത്തെ കേസ് എന്തുകൊണ്ട് എടുത്തു വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്തൊരു കേസ് വേണം പറയാൻ. ആൻഡ് അഗെയിൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകൾക്കകത്തെല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സ് റെഗുലറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പേര് പറയണ്ട എന്ന് പറയുന്നു. ശരി, ഞാൻ പേര് പറയുന്നില്ല. ഒരു പേര് മാത്രം പറയുന്നത് നസിയ അയ്യൂബ് എന്ന് മാത്രമാണ് ഇവരുടെ പേര് വെളിയിൽ വന്നിരിക്കുന്നത്. ഇത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഞാൻ വേറെ ഒന്നും മുമ്പോട്ട് പറയത്തില്ല. ഞാൻ മിസ് എൻ മാത്രമേ ഇനി മുമ്പോട്ട് പറയുന്നുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. എനിവേ, ന്യൂസുകൾക്കകത്തെല്ലാം ഇവരുടെ എല്ലാം പേരുകളുണ്ട്. പറയുന്ന അദ്ദേഹത്തിന് ആകെ ഈ എംപ്ലോയർ ചെയ്ത കുറ്റം ഇതിനോട് പ്രോപ്പറായിട്ട് യൂണിഫോം ധരിക്കാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. ഇത് ഓഫ് കോഴ്സ് ഒരു ജെൻസി കുട്ടിയാണ്. യൂണിഫോം ധരിക്കാൻ പറഞ്ഞതിന് പുള്ളിക്കാരി കുറ്റമൊന്നുമില്ല. പുള്ളിക്കാരി പറയുന്ന പോലെ യൂണിഫോം ആയിക്കണമെന്ന് പുള്ളിക്കാരി നിർബന്ധിച്ചു. അതിനാണ് പുള്ളിക്കാരി ആ മതത്തിൻ്റെ കാർഡ് ഇറക്കിയത്. മതത്തിൻ്റെ കാർഡ് വർക്കാകാത്ത സ്ഥലമില്ല, ഉള്ളത് പറയണമല്ലോ.
മതവും കളറും വർക്കാകാത്ത രാജ്യങ്ങളില്ല. മിക്കവാറും എല്ലായിടത്തും വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യാത്ത സ്ഥലം എനിക്ക് തോന്നുന്നത് ആകെ ഗൾഫ് കൺട്രീസ് മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ കൺട്രിയിൽ എവിടെ കൊണ്ട് നിങ്ങൾ മതം ഇട്ടാലും കളർ ഇട്ടാലും ഇത് വിജയിക്കും. ഒരു തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ കൊച്ചു അതായിരിക്കും ഓർത്ത്. ഈ പുള്ളിക്കാരി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓൾഡ്ഹാമിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഏരിയക്കകത്ത് ഉള്ള ഒരു സ്ഥലത്താണ് നോർത്തേൺ കെയർ അലയൻസ്, NCA എന്ന് പറയും. നോർത്തേൺ കെയർ അലയൻസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിനകത്ത് ഒരു ഹെൽത്ത് കെയർ റെസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മിസ് N എന്ന് മാത്രമേ പറയുള്ളൂ, പേര് പറയുന്നില്ല. മിസ് N. അപ്പൊ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ദീർഘകാല വെന്റിലേഷൻ ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ഒരു വാർഡിനകത്താണ് കെയറായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാണ്ട് 2023 മെയ്യില് പുള്ളിയുടെ മാനകനായിരിക്കുന്ന പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നു. വെൻഡി ബേക്കർ എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പൊ പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നു, ഈ മിസ് N ഡ്രസ്സ് നോർമൽ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം ഡ്രസ്സ് ഉണ്ടല്ലോ, അതിനടിയിൽ ഒരു കറുത്ത ലോങ് ഡ്രസ്സ് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ കൂടെയാണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മോഡൽ സംഭവം ശ്രദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് യൂണിഫോം അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ അലോഡല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഹെൽത്ത് ഹസാർഡ് ഉണ്ട് എന്ന് പറഞ്ഞ് പറയുന്നു. ഈ പുള്ളിക്കാരി മിസ് N ഉടനെ അതിനെ ആർഗ്യൂ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ മുസ്ലിം വസ്ത്രധാരണ രീതിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുള്ളിക്കാരി പിന്നെ എനിക്ക് മതത്തിനോടോ നിങ്ങളുടെ ഇതിനോടോ നിങ്ങളുടെ ഡ്രസ്സിന്റെ പാറ്റേണിനോടൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മാനേജർ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഞാനത് ഓർപ്പിക്കുന്നു. എന്നാലും യൂണിഫോം പോളിസി പുള്ളിക്കാരി അന്നേരം എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതായത് എല്ലാവർക്കും ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ പുള്ളിക്കാരി മാത്രം അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു, റിഫ്യൂസ് ചെയ്യുന്നു. സ്വാഭാവികം. മിസ് N പറയുന്നത് ഇത് മുസ്ലിം വസ്ത്രത്തോടുള്ള നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ എന്നെ കുറിച്ച് തോന്നുന്നത് എന്നായിരുന്നു ആദ്യത്തെ ആർഗ്യുമെന്റും ആദ്യത്തെ ഡിഫൻസും. സ്വാഭാവികമായിട്ടും മാനേജർക്കറിയാം പോളിസിക്ക് ഇനി സ്റ്റെപ്പ് വേണം, ഇനി കല്ലടിക്ക് കയറ്റിയ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. പുള്ളിക്കാരി പതുക്കെ അടുത്ത കല്ലെടുത്ത് വെച്ചു. യൂണിഫോം പോളിസി എന്താണെന്നും വർക്ക് വെയർ പോളിസി എന്തുകൊണ്ട് പാലിക്കണമെന്നും ഫുൾ ടീമിന് പുള്ളിക്കാരി ഒരു മെയിൽ അയച്ചു. ഇമെയിൽ അയക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ടും എല്ലാവരും വീണ്ടും അവെയർ ആകണോ വേണ്ടോ എന്നില്ലാത്തൊരു പോലും പക്ക ഓക്കെ ആൾക്കാർക്ക് ഒരു വാർണിംഗിന്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു മെയിൽ കിട്ടി. ആൾക്കാർ പരസ്പരം അന്വേഷിച്ചു തുടങ്ങി എന്തുകൊണ്ട് ഇങ്ങനെ മെയിൽ കിട്ടാനുള്ള കാരണം എന്നുള്ളത്. എനിവേ ആർക്കും പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം കാരണങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ച് സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇത് ആർക്കിട്ടുള്ള കുത്താണെന്നുള്ള ഇവിടെ കിട്ടി. കുത്താണെങ്കിലും കുത്തല്ലെങ്കിലും അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. നമുക്ക് അത് ആർഗ്യ ചെയ്യാൻ ഇടയില്ല. അങ്ങനെയാണ് പോളിസി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ പോളിസി റെഡിയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ജോലിക്ക് കയറണം. അല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ജോബ് ബിക്കോസ് ഐ കാൻറ്റ് ഫോളോ യുവർ പോളിസി. അതാണ് അവർ ചെയ്യേണ്ടിയിരുന്ന രീതി. അതല്ലല്ലോ പുള്ളിക്കാരി ചെയ്തത്. പുള്ളിക്കാരി ഇതെല്ലാം ഞാൻ ചെയ്യും, ഞാൻ പറഞ്ഞോളാം, ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ട് ജോബിന് കയറിയിട്ടാണ് അവിടെ കിടന്ന് ഈ മതത്തിന്റെ കാർഡൊക്കെ കളിച്ചത്. ഏതായാലും മിസ് N 2021 ജൂലൈയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നേഴ്സിംഗിനെ ലിസാഫ് എന്നാണ് പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരിയെ കണ്ടിട്ട് പറയുന്നു, എൻ്റെ ബോഡി ഷേപ്പ് ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നത്. അതെൻ്റെ മതം എനിക്ക് അനുഭവിച്ചിരുന്ന എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഇതെൻ്റെ വർക്ക് വെയർ എൻ്റെ സ്വാതന്ത്ര്യമാണ്, അല്ലാതെ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഇത് നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണ്, എൻ്റെ ബോഡി ഷേപ്പ് ആൾക്കാരെ കാണിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണ്. ഇവർ പോയ കണ്ടല്ലോ. അതായത് ആദ്യത്തെ മതത്തിന്റെ കാർഡിൽ നിന്നും യൂണിഫോം ബ്രേക്ക് ആ ഒരു പോളിസി ബ്രീച്ച് ചെയ്തു. അതിനുശേഷം ആ മതത്തിന്റെ കാർഡ് വിജയിക്കുന്നത് കണ്ടപ്പോൾ പുള്ളിക്കാരി അടുത്ത് ഒരു സെക്സസ്റ്റ് കാർഡ് ഇട്ട് നോക്കി. എന്നെ നിങ്ങൾ ബുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നു, പേഴ്സണൽ ബുള്ളിങ് ആണ് എന്നുള്ള ലെവലിലോട്ട് പോയി. ഓട്ടോമാറ്റിക്കായിട്ടും ട്രസ്റ്റ് ഒന്ന് പതറി. കാരണം ഇവർക്ക് ഒറ്റയടിക്ക് തിരിച്ച് തർക്കിച്ചെടുക്കാൻ പറ്റത്തില്ലാത്ത ലെവലിലോട്ട് പോയി. കഴുത്ത് മുതൽ കാൽക്കോട് വരെ മറയുന്ന ഒരു തരത്തിലുള്ള വസ്ത്രം. ഏതാണ് വസ്ത്രം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ വസ്ത്രം ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് ആണെന്നാണ് ഈ ട്രസ്റ്റ് ട്രിബ്യൂണലിൽ പറഞ്ഞത്. കാരണം ഈ പുള്ളിക്കാരി ട്രസ്റ്റിന്റെ ഇൻവെസ്റ്റിഗേഷനകത്ത് പുള്ളിക്കാരുടെ ആർഗ്യുമെന്റ്സ് വിലപ്പോയില്ല. ട്രസ്റ്റ് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ലീവ് ചെയ്യണം, കാരണം ഞങ്ങളുടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്താൽ മതി എന്നൊരു ലെവലിലോട്ട് കാര്യങ്ങൾ വന്നു. ഇവർ നിന്നങ്ങ് വാദിച്ചു ഞാൻ ചെയ്യില്ല, ഐ വോണ്ട് ടോളറേറ്റ് ഇറ്റ് എന്നുള്ളതാണ് ഈ പുള്ളിക്കാരുടെ ആർഗ്യുമെന്റ്. ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഒരിടത്ത് പോയി നിങ്ങൾ ഐ വുഡൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്ത് ടൈപ്പിലുള്ള ആർഗ്യുമെന്റിന്റെ ആ ടോണാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പുറത്ത് ഇവന്റെ മുഖത്തടിക്കുകയാണ്. ആ അടി കൊണ്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇരിക്കില്ല. അവനാ കിട്ടാവുന്ന നിയമം മുഴുവൻ പരിശോധിക്കുന്ന നിങ്ങൾക്കൊരു പണിതരാൻ പേണയിലും വേദലി എരന്ന് വാങ്ങിച്ചാണെന്ന് ഞാൻ പറയും. ഏതായാലും ഇത്തരം ലൂസർ ഫ്ലോയിങ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, ഒരു പ്രത്യേകിച്ചും വെന്റിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ഈ കുട്ടികളെ ലിഫ്റ്റ് ചെയ്യണം, തിരിച്ചു കിടക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് ഇൻഫെക്ഷൻ കൺട്രോളിനെ ബാധിക്കുന്നു, ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് ആണ്, ഇത് ഒരു ഹസാർഡ് ആണ് എന്ന് പറഞ്ഞ് ഇവര് ട്രിബ്യൂണലിനകത്ത് വാദിക്കേണ്ടി വന്നു. NHS ട്രസ്റ്റ് പോയി വാദിച്ചു. സ്വാഭാവികമായിട്ടും പോളിസി എങ്ങനെ ബിൽറ്റ് ചെയ്യുന്നു, പോളിസിക്കകത്ത് അമെൻമെന്റ്സ് എന്തുവാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവരെയൊക്കെ സംസാരിച്ച് ഒരു ധാരണയിൽ എത്താൻ പറ്റും എന്നൊക്കെ ട്രിബ്യൂണൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവസാനം പറയാം എന്തുകൊണ്ടാണ് ട്രിബ്യൂണൽ പോലും ഈ പുള്ളിക്കാരെ കൈവിടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ആർഗ്യുമെന്റ് രീതി കൊണ്ടാണ്. ഐ വുഡൻറ്റ്, നോ ചാൻസ്, ഐ ഡോണ്ട് കെയർ, ഈ മോഡലുള്ള ആർഗ്യുമെന്റ് ആണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിൽ പരസ്പരം അങ്ങനൊരു പകുതി ദൂരം ഞാനൊരു പകുതി ദൂരം വരാമെന്നല്ല ഇവർ പറയുന്നു.
ഇവരെ ആർഗ്യൂ ചെയ്തങ്ങ് നിർത്തിക്കളയുന്നു. എല്ലാ ആർഗ്യുമെന്റും എല്ലാവരുടെയും നിർത്തിക്കളയുന്നു. അങ്ങനെ കിട്ടിയ പണിയായത്. ട്രസ്റ്റ് മിസ് എന്നിനെ ബദലായിട്ടുള്ള കുറച്ച് വസ്ത്ര ഓപ്ഷൻസ് ഒക്കെ വാഗ്ദാനം ചെയ്ത് നോക്കി. പുള്ളിക്കാരിക്ക് വേണ്ട. പുള്ളിക്കാരി ഈഗോ സെൻട്രിക് ആയിട്ടങ്ങെടുക്കും. ഇത് എന്നെ നിങ്ങൾ ബുള്ളി ചെയ്തു, ഞാൻ കാണിച്ചാൽ നിന്നെ അതൊരു പാഠം ഞാൻ പഠിപ്പിക്കും. പുള്ളിക്കാരി ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഈ മതത്തിന്റെ കാർഡ് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ പലയിടത്തും വർക്ക് ചെയ്ത പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണത്. അപ്പം ഏതുതരം ട്രൗസറാണ്, അത് ലൂസി ആണെങ്കിലും ബാഗി ആണെങ്കിലും അതെന്റെ മോഡസ്റ്റി, എന്റെ മോഡസ്റ്റി സ്റ്റാൻഡേർഡിന് അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല. നിങ്ങൾ ഓരോ ഓപ്ഷൻ ഞാൻ സ്വീകരിക്കില്ല, ഞാൻ ഇതിട്ടുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യൂ എന്നായിരുന്നു പുള്ളിക്കാരുടെ ആർഗ്യുമെന്റ്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നത് എന്നാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കള് ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കന്മാർക്ക് മാത്രം അത് ശരിയാണെന്ന് തോന്നും, വേറെ ആർക്കും തോന്നില്ല. കാരണം നമുക്കെല്ലാം നമ്മുടെ എല്ലാവരും ഈ അരി മാത്രമല്ല കഴിയുന്നത്, ചക്ക മാത്രമല്ല കഴിയുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ കത്ത് ശരിയാണല്ലോ. ഇത്ര ആർഗ്യ ചെയ്യേണ്ട കാര്യം എന്തുവാ? ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് വേണ്ട, അല്ല ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് അതേ ആർഗ്യുമെന്റ് എല്ലാവരും മിക്കുവാണ് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അത് ഈ സ്വന്തം പിള്ളേർ ചെയ്യുന്നത്, തിള്ളയവിട്ടിയ തള്ളയ്ക്ക് കേട്ടിരുന്നത് സ്വന്തം പിള്ളേർ ചെയ്യുന്നതെന്ന് കുറ്റവിധാർത്ഥം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പൊ വളർന്നു വരുന്നുണ്ട്. ജെൻസി വിഭാഗത്തിന്റെ, ജെൻസി അല്ലത് കേട്ടോ, അത് 80s 90s പേരൻസ് ആണ് ശരിക്കും ഈ സംഭവം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 80s പേരൻസ് ഒക്കെയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിന്. ഞങ്ങളുടെ പെണ്ണ അത്യാവശ്യം മണ്ടത്തരം കാണിച്ചു കഴിയാതെ ഞങ്ങൾ ഇത്തരം കേസിനകത്ത് ചവിട്ടി പിടിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ വീഴാതിരിക്കുകയും തട്ട് കിട്ടുകയും നീ അങ്ങോട്ട് കളിയാക്കാൻ നിനക്ക് കളിയാക്കി തിരിച്ചു കിട്ടുകയും നീ അങ്ങോട്ട് ഇടിക്കാൻ പോയി തിരിച്ചിടിക്കുകയും ചെയ്യും എന്നൊരു ബോധം അന്നത്തെ വെച്ചുണ്ട്. ഇത് 80s 90s ഇടയ്ക്കാണ് സമയം. എനിക്കതിൽ ഏത് കാലഘട്ടത്തെ കുറിച്ച് എടുത്ത് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ അഡമന്റ് ആയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നു ഇത് അങ്ങനെയല്ല, എന്റെ മക്കൾ പറയുന്നതിനകത്ത് എന്തോ കാര്യമുണ്ട്, അവരെ ബുള്ളി ചെയ്യപ്പെടുകയാണ്. കേട്ടല്ലോ, ഈ പുള്ളിക്കാരി പറയുന്നു അതാണ് ഞാൻ ബുള്ളി ചെയ്യപ്പെടുവാണ്. പുള്ളിക്കാരി ഇങ്ങനെ വാദിക്കുന്നു, എല്ലാവരുടെ കൂടി ആ ബുള്ളിങ്ങിന് ഒരു കാര്യം അടുപ്പിക്കുന്നു. ഇനി ഇതിനകത്ത് ഈ ട്രിബ്യൂണലിന്റെ കണ്ടെത്തലിനകത്ത് അവർ എടുത്തു പറഞ്ഞ വാചകം, ഐ വിൽ നോട്ട് ബി നെഗോഷിയേറ്റിംഗ് ഓൺ വാട്ട് ഐ വിയർ ടു വർക്ക് എന്ന് പുള്ളിക്കാരി മാനേജറോട് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞതായിട്ട് ഈ ട്രിബ്യൂണൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ നോട്ട് അവിടെ എടുത്തു കാണിക്കുന്നത് ഈ വിധിക്കകത്ത്. വിധി വരുന്നത് ഒരു മതവിവേചനവും ഹരാസ്മെന്റും ആരോപിച്ചുള്ള എല്ലാ ക്ലെയിമുകളും ഈ ട്രിബ്യൂണൽ തള്ളിക്കളഞ്ഞു. പുള്ളിക്കാരി ഇറക്കിയ ഒരു കാർഡും അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. യൂണിഫോം പോളിസി എന്നൊരു സ്റ്റാൻഡേർഡ് പോളിസിയാണ്. അത് ആരുടെയും മുഖമോ ചിരിയോ രൂപമോ ശരീരത്തിന്റെ ഭാഷയോ ഒന്നും കണ്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒന്ന്. രണ്ട്, എല്ലാ സ്റ്റാഫിനും അത് ബാധകമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് അത് എയിം ചെയ്യുന്നത്? സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നുള്ള സംഭവത്തിനാണ് യൂണിഫോം എന്നുള്ള വസ്തു ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ ഓരോന്നാണ്. നേഴ്സിംഗിനകത്ത് നിൽക്കുമ്പോൾ നേഴ്സിംഗിന്റെ സ്റ്റൈലുള്ള ഡ്രസ്സ് ആയിരിക്കാം. നിങ്ങൾ ഒരു ഫാക്ടറി പണിയോ ഫാക്ടറിയുടെ സംഭവമായിരിക്കാം. വേറെ ഒരു ഗ്ലാസ് കട്ടി നേരത്തെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏപ്രണുകളും ഗ്ലാസുകളും ബ്ലൗസുകളും മറ്റുള്ള സാധനങ്ങളായിരിക്കാം. ഓരോരുത്തർക്കും ആ വർക്കിനനുസരിച്ചുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യപ്പെടുന്ന യൂണിഫോം പോളിസി ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കും. അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്റെ ഇഷ്ടത്തിനെ ഞാൻ ചെയ്യും, ചത്താറും കുഴപ്പമില്ല, എന്റെ മതം പറഞ്ഞ ചെയ്യുന്ന കഥ ഇതോടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ചേട്ടൻ ഇത് പറഞ്ഞു പോയതിന്റെ മണ്ടത്തരത്തിന്റെ കാര്യം പറയും, ഇതിന്റെ വിധിയുടെ കാര്യം പറയുകയാണ്. ഇതിൽ ഈ ആ സ്റ്റാൻഡേർഡ് പോളിസി ഫോളോ ചെയ്യാൻ വയ്യെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യാൻ അർഹതപ്പെട്ട ആളല്ല എന്നുള്ളതാണ് ട്രിബ്യൂണലിന്റെ വിധി. സ്വാഭാവികമായിട്ടും ഈ പുള്ളിക്കാരി അത് അംഗീകരിച്ചില്ല. കാരണം പുള്ളിക്കാരിക്ക് എക്സ് ചെയ്യാനായിരുന്നു, പുള്ളി അംഗീകരിക്കില്ല. പുള്ളിക്കാരി അടുത്ത അപ്പീലിന് പോയിരിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഞാൻ വിധി പറയുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു സേ ദാറ്റ് ഷീ ഈസ് റോങ് എന്ന് പറയുന്നില്ല. ഞാൻ എന്റെ ഭാഗത്ത് പറയട്ടെ, ഇതിൽ ഞാനാണെങ്കിൽ അല്ലെ എന്നോട് ബന്ധപ്പെട്ട സ്റ്റാഫ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്റെ വഴി പറയുവാണ്. അവർ റോങ് ആയിരിക്കുന്നിടത്ത് റോങ് ആണെന്ന് തന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരിക്കണമായിരുന്നു. ഇനി ഇതിന്റെ വിധി വരുമ്പോൾ ഇതിന് ഞാൻ വേറൊരു വീഡിയോയുടെ എക്സ്പ്രഷൻ കൊണ്ട് പുറകെ വരാം. റീഡായിരിക്കാം ഒരു പക്ഷേ, കാരണം ഞാൻ വിശദമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇതിൽ UK ജോലി ചെയ്യുന്ന മത സാംസ്കാരിക വസ്ത്ര ആചാരങ്ങൾ പിന്തുടരുന്ന ഓവർസീസ് നേഴ്സസ് ആണ് ഞാൻ എടുത്തു പറയുന്നത്. ഇത് നിങ്ങൾ മുസ്ലിംസിനെ മാത്രം വിചാരിക്കരുത്. പെന്തക്കോസ്തുകാരുണ്ട്, പന്നി കഴിക്കാത്തവരുണ്ട്, ബീഫ് കഴിക്കാത്തവരുണ്ട്, ചില വിഭാഗത്തിലുള്ള ഭൂമിക്കഴിയുള്ള വസ്തുക്കൾ മാത്രമേ കഴിക്കൂ എന്നുള്ള പറയുന്ന ആൾക്കാരുണ്ട്. ചില ഗ്രൂപ്പുകളുടെ കൊടുത്ത് ഞങ്ങൾ ഇരിക്കൂല, ഞങ്ങളുടെ മതം അവരെ അംഗീകരിക്കുന്നില്ല മനുഷ്യരായിട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മുസ്ലിങ്ങളുടെ കാര്യം എന്നൊരു പറഞ്ഞ കേട്ടോ, ക്രിസ്ത്യൻസിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കാത്ത അറിയാത്ത പല ഇനം വിചാരങ്ങളും വികാരങ്ങളും ഉള്ള മത പഠനങ്ങളുള്ള ഒത്തിരിയേറെ ആൾക്കാർ നമുക്കിവിടെ ജീവിക്കുന്നുണ്ടെന്നേ. പുറമേ കാണിക്കുന്നതേ ഉള്ളൂ. അല്ല ഇതുപോലത്തെ കേസിനകത്ത് വന്നിട്ട് അവിടെ തിളച്ച് കയറുന്നതേ ഉള്ളൂ. ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ടു ടോളറേറ്റ്, യു ഹാവ് ടു വേ വിത്ത് ദം. ഒരു നത്തിങ് റൈറ്റ് ഓർ റോങ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സിൻസ്. അവരടുത്ത് ഓരോ ജനിച്ച കൊടുത്ത ആൾക്കാരാണ്. നിങ്ങൾ ആ വേഴ്സാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് അവിടുത്തെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ മാത്രമാണ് ശരിയെന്ന് 500 പേര് നിൽക്കുന്നത് പോയി എന്ന് പറയരുത്. ആ ഉളുപ്പില്ലായ്മയോട് കാണിക്കുന്നത് അതാണ് മറ്റുള്ള ആൾക്കാർക്കിടയിൽ ഇപ്പോൾ ഈ MC പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന വാചകം. ഇത് എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് വെച്ചാൽ ഈ കേസിനകത്ത് ഏറ്റവും കുറച്ച് പോയിന്റുകളാണ്. ഈ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് സീനിയർ ആയിക്കോട്ടെ, ജൂനിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ
മതവിചാരത്തിന്റെ കാര്യമായിക്കോട്ടെ അല്ലാത്തായിക്കോട്ടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് ആർഗ്യുമെന്റ് ഫെയിലിയേഴ്സ് ഇതിനകത്തുണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞതിനകത്ത്. ഒന്ന്, ഈ ബ്ലാങ്കറ്റ് റെഫ്യൂസൽ എന്ന് പറയും. അതായത് ഐ വോണ്ട്, ഐ വിൽ നോട്ട്, ഐ വുഡന്റ് എന്ന് പറഞ്ഞ സ്റ്റൈലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കരുത്. അത് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കരുത്. അത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഇടയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എപ്പോഴും എഴുതാവും. ഒരു ഈഫ്, ഞങ്ങൾ പണ്ട് കേരള എന്ന് പറയും, ഒരു ഈഫ് കണ്ടീഷൻ ഇടയ്ക്ക് എവിടെയെങ്കിലും കയറ്റി വെക്കണം. ഈഫ് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടായേക്കാം, മേ ഓർ മേ നോട്ട് ബി എന്നുള്ള വാചകം എപ്പോഴും അത് തടയിറങ്ങി ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് ആ പോയിന്റ് ആ ഡോക്യുമെന്റേഷൻ അത് എഴുതി കയറ്റി വരണം. അല്ലാതെ നിങ്ങൾ എഴുതിയത് ഫൈനൽ ബൈബിൾ വാചകമോ ഫൈനൽ ഒരു മതവിശ്വാസത്തിന്റെ അവസാന വാക്കൊന്നും അല്ല. ഇതൊരു നോർമൽ കെയർ പ്ലാൻ മാത്രമാണ്. അത് സംഭവിച്ചു പോകും. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്നവരൊന്നും അയാൾ എല്ലാ ദിവസം രാത്രി ഉറങ്ങണമെന്നില്ല, അയാൾ എല്ലാ ദിവസം കഴിക്കണമെന്നില്ല, അയാൾ എല്ലാ ദിവസം രാത്രി എഴുന്നേറ്റ് നടക്കണമെന്നില്ല. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ചിലപ്പം എന്നുള്ള ആ കേസും കണ്ടീഷനും എപ്പോഴും വേണം. അതൊരു കെയർ പ്ലാനിൽ ഫോളോ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു സീനിയർ ലെവലിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നാട്ടിലെ SFIയും KSUവും പോയി വേറെ രാജ്യത്ത് കളിക്കരുത്. ഈ ഐ വോണ്ട്, ഐ വുഡിങ് എന്നുള്ള സാധനമൊക്കെ തള്ളുമ്പം അത് ബ്ലാങ്കറ്റ് റിഫ്യൂസൽ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. പോയിന്റ് നമ്പർ 1, ഇത് ഒരിക്കലും ചെയ്യരുത്. 2, നിങ്ങളിൽ നിൽക്കാത്ത ഏത് കേസിനും നിങ്ങൾ ഒക്യുപ്പേഷണൽ ഹെൽത്തിനെ തീർച്ചയായിട്ടും ഇൻവോൾവ് ചെയ്യണം. ആൾക്കാർ നമ്മുടെ പിള്ളേർക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള ഒക്യുപ്പേഷൻ ഹെൽത്ത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞവരാണ് പിള്ളേരുടെ പലരുടെയും ഭാവം. അതല്ല ഒക്യുപ്പേഷണൽ ഹെൽത്തിന്റെ ഉദ്ദേശം. നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തൊരു കേസുകെട്ടിനകത്ത് നിങ്ങൾ പറയുവാണെങ്കിൽ ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് സിറ്റുവേഷൻസ്, അത് മെന്റൽ ആകാം, ഫിസിക്കൽ ആകാം, പലതാകാം. ഒക്യുപ്പേഷൻ റിലേറ്റഡ് ഉള്ള ഹെൽത്ത് അത് HR ത്രൂ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ ആർഗ്യുമെന്റ് വർത്താനം പറയുകയും കേൾക്കുകയും അതിന് ശരി വെച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ആർഗ്യുമെന്റിനുള്ള ഇടം നിങ്ങൾക്ക് കിട്ടും. വേറെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. അവർ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യത്തുമില്ല, അവർ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയത്തുമില്ല, തെറ്റാണെന്നും പറയത്തില്ല. അവരുടെ ഒരു തേർഡ് പാർട്ടി അവരുടെ ഒരു പോളിസി, അവരുടെ എക്സ്പ്ലനേഷൻ അവർ പറയും. അത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ മാനകന്മാരും മറ്റുള്ള ആൾക്കാരും എല്ലാം എന്നെ ബുള്ളി ചെയ്യുക എന്ന് പറയുന്നിടത്തെ നിങ്ങളെ അറിയുകൂടി ചെയ്യാത്തൊരു ഗ്രൂപ്പ് വന്ന് നിങ്ങളുടെ കൂടെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് അവരോട് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മതം, നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളതിനെ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ ഓപ്ഷൻസിനെ ഒരു തെളിവാക്കി എടുക്കാൻ ഒക്യുപ്പേഷണൽ ഹെൽത്ത് എപ്പോഴും സഹായിക്കും. അതുകൊണ്ട് അതിനെ പേടിക്കാതിരിക്കുക. ഫിസിക്കലി പ്രോബ്ലം ഉള്ള ആൾക്കാരും അതിനെ പേടിക്കാതിരിക്കുക. അല്ലാതെ അവർ നിങ്ങളുടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ സിനിമയ്ക്കകത്ത് അതുപോലെ അവർ നിങ്ങളെ കൊണ്ട് പറയുന്നത് ഈവൻ നോട്ട് ഫിറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞ് പട്ടാളത്തിൽ എഴുതി തള്ളി കഴിഞ്ഞാൽ നാളെ രാവിലെ മുതൽ ഇവനെ പട്ടാളത്തിന് പിരിച്ചു വിട്ടെന്ന് പറഞ്ഞവരല്ല ഒക്യുപ്പേഷൻ ഹെൽത്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതിന്റെ ഉദ്ദേശം അതല്ല. അതുകൊണ്ട് ദേവി എന്ന് പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഈ മോഡസ്റ്റ് എന്നാൽ സേഫ് ആയിട്ടുള്ള സേഫ്റ്റിയാണുള്ള പ്രാമുഖ്യം. സേഫ്റ്റി മുഖ്യം പിക്കില്ലേ. അപ്പൊ അത്തരം സൈസിലുള്ള ഒരു ഓപ്ഷൻസ് എപ്പോഴും ചോദിക്കുക. അല്ലാതെ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന കൂടത്തിൽ ഞാൻ തുണി നടക്കും എന്നല്ല അതിനർത്ഥം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അയച്ചു മോഡസ്റ്റി സ്റ്റാൻഡേർഡ് പറയാം. ഈ പറഞ്ഞ പുള്ളിക്കാർ ബോഡി ഷേപ്പിന്റെ കാര്യം പറഞ്ഞാൽ പറയാം. പക്ഷേ അതൊക്കെ വെറും ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് മാത്രമായി പോകുന്നത്. ആ ഒരു ഡയലോഗിനിടയ്ക്ക് ഞാൻ എൻ്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കുറച്ച് സജസ്റ്റ് ചെയ്തു എന്നുള്ള നിലയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഇച്ചിരി ബെറ്റർ ആയത്. എത്ര മുസ്ലിംസും പിള്ളേർ നമ്മുടെ കെയർ ഫീൽഡിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല പിള്ളേരുണ്ടായിരുന്നു. പിക്ചർ ഇട്ടച്ച് പോയി ചെയ്തേ. കാരണം ഒരു പരപുരുഷന്റെ പ്രൈവറ്റ് പാർട്സ് കാണുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ല അവരുടെ കൾച്ചർ അതല്ല. സ്വാഭാവികമാണ്, നമുക്കത് മനസ്സിലാവും അവർ പറയുന്നത് എന്തുവാണെന്ന്. കുറച്ച് തവണ അവർ പിടിച്ചു നിന്ന് നോക്കും. അവരെ കൊണ്ട് പറ്റത്തില്ലാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ആർഗ്യുമെന്റ് ഇഷ്യൂ ഉണ്ടാകും. അവർ ഓട്ടോമാറ്റിക്കായിട്ട് കേസ് ഉണ്ടാക്കും. അതിനകത്ത് വർത്താനം പറയുന്നത് നമുക്ക് ഇവർ പഴയ കുറേ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ സംസാരിക്കുന്നത് നമുക്കത് മനസ്സിലാവില്ല. ആ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ല അവർ പറയുന്നത്. അവരങ്ങനെ ഇത് പറ്റുന്നില്ല ബുള്ളി ഇങ്ങനെ കുറേ ആർഗ്യുമെന്റ് ഉണ്ടാകും. നമ്മളൊരു ഏഷ്യയിലായിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ചത്തും ഇവിടെ ഈ പറയുന്നത് ഇന്ന സംഭവത്തെക്കുറിച്ചാണ്. നമുക്ക് വളരെ സമാധാനമായിട്ട് വിളിച്ച് ചോദിച്ചു അത് ഇന്നതാണ് സംഭവം. ഇവിടെ ഇങ്ങനെയല്ല, അത് ചെയ്യാൻ പറ്റുമോ? ഇത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ജോബല്ലേ ചെയ്യുന്നത്. നമുക്ക് പ്രായമുള്ളൊരു മനുഷ്യനെ നോക്കല്ലേ, മനുഷ്യത്തെ നോക്കുമല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് പെണ്ണുങ്ങളെ മാത്രം വന്നു, ഞാൻ പെണ്ണുങ്ങളെ മാത്രം കുളിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പിന്നെ നമ്മൾ ഓർക്കും, കെയർക്ക് ജെൻഡർ പ്രിഫറൻസ് ഇല്ലല്ലോ. ജോയിക്കല്ലേ ജെൻഡർ പ്രിഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കെയറിനെ പറയാൻ പറ്റുമോ? ഞാൻ പെണ്ണുങ്ങളെ മാത്രമേ നോക്കുള്ളൂ പറയാൻ പറ്റുമോ? പറ്റും കേട്ടോ. കെയർ ഹോമിൽ പറ്റില്ല, ഹോസ്പിറ്റലിൽ പറ്റില്ല. പക്ഷെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന റിട്ടയർമെന്റ് ഹോമുകളുണ്ട്. അതായത് ഞാൻ ലീവ് ഇൻ കെയർ ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ റിട്ടയർമെന്റ് വില്ലേജിനകത്ത് ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ വർക്ക് ചെയ്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പറയുന്നതും ഇങ്ങനെയൊക്കെയുള്ള സംഭവം പോസിബിൾ ആണ്, ഇല്ലെന്നല്ല പറയുന്നത്. പിന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇതിനകത്ത് വേറൊരു എററാണ്. അതായത് ആ എറർ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ കമ്മ്യൂണിക്കേഷനും ദയവ് എഴുതി വെക്കുക. ഏതോ ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഫോണിൽ കൂടെ വർത്താനം പറയുന്ന 4 വാട്സപ്പ് അയക്കുകയും ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എഴുതുന്ന സാധനം ബൈ ഇമെയിൽ മാത്രം അയക്കുക. അവരിങ്ങോട്ട് തന്നതും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതും ബൈ ഇമെയിൽ തന്നെ അയക്കുക.
അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെഫറൻസ് ആയിക്ക് നാളെ തെളിവുകളായിക്കോട്ടെ. ഇപ്പൊ ഈ കൊച്ചിനെ ട്രിബ്യൂണലിനെതിരെ കണ്ടെത്തുന്ന പല തെളിവുകളും ഇതിന്റെ ഈ രേഖയൊന്നുമില്ല. റെക്കോർഡിൽ കഥ പറയുന്നത് അങ്ങനെയാണ്, അവര് കണ്ടെത്തുകയാണ് പലതും ഇത് പറഞ്ഞതായിട്ടും എഴുതിയതായിട്ടും. പക്ഷെ ഈ കൊച്ചിന്റെ ഒരു രേഖയില്ല, ഈ അവനൊന്നും പറഞ്ഞായിട്ടുള്ള രേഖ ഇന്ത്യയിൽ ഇല്ല. അത് ചുമ്മാ ബ്ലാങ്കറ്റ് റിഫ്യൂസൽ മാത്രമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റെക്കോർഡായിട്ട് അവിടെ കയറി കിടക്കാണ്. ഇത് പറയുന്നത് ഇതിനെ പെടുത്താൻ വേണ്ടി മാനേജേഴ്സ് എഴുതി കൂട്ടുകാരെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ റെക്കോർഡ് ഇസ് റെക്കോർഡ്. ഇവർ സൈൻ ചെയ്ത് കൊടുത്ത റെക്കോർഡാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഫോർമൽ ഗ്രീവിയൻസ് പ്രോസസ് ആദ്യമേ അതാണ് ഏറ്റവും ആദ്യം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നേരെ ചാടി കയറി എന്നെ ബുള്ളി ചെയ്തു മറ്റേ മറിച്ച് കരഞ്ഞു പോയി ലോകം മൊത്തം നാട്ടുകാരെ അറിയിക്കുകയും ഇങ്ങനൊരു മെയിൽ അയച്ചത് പുള്ളിക്കാരെ കാണിച്ച് വേറെ മണ്ടത്തിലാണ്. ഒരു ഫോർമൽ ഇമെയിൽ പോളിസിയെ കുറിച്ച് റിമൈൻഡർ ആയിട്ട് ഒരു ഫോർമൽ ഇമെയിൽ ടീമിന് മൊത്തം അയച്ചല്ലോ. നാട്ടുകാർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടില്ലായിരുന്നു, കുറച്ച് പേർക്ക് മാത്രമേ ഇത് മനസ്സിലായില്ല. ഈ പുള്ളിക്കാർ തന്നെ ലോകം മൊത്തം പറഞ്ഞാണ് ഇത് എന്നെ കുറിച്ചാണ്, എല്ലാം തന്നെ എന്നെയാണ്, ഇതെന്നെയാണ് ഉദ്ദേശിച്ചത്, എനിക്കിത് തന്നെയാണ്. ഇത് സ്വയം വിളിച്ചു വരുത്തിയ ഒരു അപകടമായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ശരിക്കും ഫോർമൽ ഗ്രീവിയൻസിന് തന്നെ ചാനൽ ഉപയോഗിക്കാം. ആദ്യം ട്രസ്റ്റിന്റെ ഇന്റേണൽ ഗ്രീവിയൻസ് പ്രൊസീജിയർ വഴി പോയിട്ട് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നേരിട്ട് ട്രിബ്യൂണലിന് പോയിട്ട്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്, ലേബർ ട്രിബ്യൂണലിൽ നേരിട്ട് പോയിട്ട് അവിടെ കൊണ്ട് കേസ് കൊടുത്ത് ഈ NHS മൊത്തം മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് ഭേദമാണ് സ്വന്തമായിട്ടുള്ള ഇന്റേണൽ പോളിസി, ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഓഫീസറെ വെച്ച് നമുക്കത് അവിടെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. ആ ഇൻവെസ്റ്റിഗേഷനകത്ത് അവരുടെ ഭാഗത്തുള്ള എക്സ്പ്ലനേഷൻ മാത്രം കേട്ടാണ് ഈ പുള്ളിക്കാർ ഞാനിപ്പോൾ കാണിച്ചു നീക്കേണ്ട കാര്യങ്ങൾ ചെയ്തു വിട്ടത്. പിന്നെ ഏറ്റവും അവസാനം എല്ലാ വീഡിയോകൾക്കകത്ത് ഞാൻ ആവർത്തിക്കുന്ന ഒരേ വാചകം വീണ്ടും ആവർത്തിക്കുന്നു, യൂണിയന്റെ സപ്പോർട്ട് എടുക്കുക. നിങ്ങൾ ഇവിടെ എന്ത് വലിയ മലമറിച്ച് എയിംസിൽ നിന്ന് വന്ന നേഴ്സാണെങ്കിലും, നിങ്ങൾ ഏത് ഫാദർ മുള്ളേഴ്സിൽ പഠിച്ചിറങ്ങിയിട്ട് അവിടെ ഇൻചാർജ് ആയിരുന്ന നേഴ്സാണെങ്കിലും, നിങ്ങളുടെ ഇവിടെ സ്റ്റാഫ് മാത്രമാണ്. നിങ്ങളുടെ എത്ര വലിയ കഴിവുണ്ടെന്നോ, നിങ്ങൾക്ക് എത്ര തന്നെ ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ, നിങ്ങളത്ര മിടുക്കിയാണ് കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞെടുക്കാതിനകത്ത് യാതൊരു ബാധകമായ കാര്യങ്ങളേ അല്ല. ഡസൻ മാറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ പോയി അവിടുത്തെ ഒരു സംഭവം ഡിഫെൻഡ് ചെയ്യുകയും വർത്താനം പറയുകയും ചെയ്യാൻ സത്യവും നിങ്ങൾക്ക് യൂണിയന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇത് നാട്ടിലെ CIT മറ്റുള്ള ആൾക്കാരുടെ വർത്താനം പറയുകയല്ല ഞാൻ. യൂണിയൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഇൻ അതർ കൺട്രീസ്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ്. അവർ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുകയും നിങ്ങളോട് നിൽക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതിന് കാരണം അവരുടെ ഗ്രൂപ്പിനകത്ത് ഇതെല്ലാം ലേണിംഗ് കർവുകളാണ്. നിങ്ങൾക്ക് ഇതൊരു പുതിയ കേസായിരിക്കും, അവർ ആയിരക്കണക്കിന് ഇതേ സെയിം പാറ്റേണുള്ള കേസിൽ ഒരു കേസ് മാത്രമായിരിക്കും. അവർക്കറിയാം എഴുതേണ്ടത് എങ്ങനെയാണെന്നും പറയേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെ ആവശ്യപ്പെടണമെന്നും അവർക്കറിയാം. And again and again and again I state the same thing. യൂണിയൻ മെമ്പർഷിപ്പ് മസ്റ്റ് ആയിട്ട് എടുക്കുക. യൂണിയനെ നിങ്ങളുടെ പ്രോബ്ലങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. വെറുതെ പൈസ കൊടുത്ത് മുടിയെഴുത് 15, 12, 18, 20 കൗണ്ട് കൊടുക്ക് മാസം തോറും കൊടുക്കുന്നത് അവന്മാർക്ക് പുട്ടടിക്കാനല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്ത് അവരെ കൊണ്ടുവരാനാണ്. ധൈര്യമായിട്ട് വിളിക്കുക. നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ അറിയത്തില്ലേ, യൂണിയനെ വിളിക്കുക, യൂണിയനോട് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾക്കൊരു ലീഗൽ റെപ്രസെന്റേഷൻ അടുത്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറിനെ ഒപ്പിച്ചിട്ട് നിങ്ങളുടെ മുട്ടിടിക്കുന്നു, ധൈര്യമായിട്ട് യൂണിയനെ വിളി. ആൾക്കാർ വരുത്തണം, ആൾക്കാരെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് നമ്മൾ യൂണിയന് പൈസ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ ഈ കേസായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കേൾക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഐഡിയ പിടിയിട്ട് കാണും. അവനവന്റെ മക്കൾ അല്ലെ അവനോട് വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നത് അന്തം കണ്ട ആനയെന്ന് പറയും. 4 അന്തർ കൂടി ആനയെ കാണാൻ പോയി. ഒരുത്തൻ കാലെ പിടിച്ചു, ഒരുത്തൻ തുമ്പിയെ പിടിച്ചു, ഒരുത്തൻ മസ്തകത്തിൽ പിടിച്ചു, വേറൊരുത്തൻ വയറെ പിടിച്ചു. ഓരോരുത്തരും ഓരോന്നാണ് ആന അല്ലേ. നീളം കൊണ്ട് ഉരുണ്ടിരിക്കുന്ന ആന, കൊഴി പാമ്പ് പോലിരിക്കുന്ന ആന, പരന്ന് ഉണ്ട പോലിരിക്കുന്ന ഒരു വേറൊരു ആന. ഇവൻ കണ്ട 4 പേരും കണ്ട 4 ആനയാണെന്ന് നമുക്ക് തോന്നി. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിനകത്തുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ യൂറോപ്പിനെ കുറ്റം പറയുകയും ഇവിടുത്തെ വടക്കൾച്ചർ കൊണ്ട വ്യക്തവും ആകാശം കൊണ്ടത്തില്ലാത്ത ഒരു ഇത് വെച്ചാൽ ഗൾസ് അത്ര ഭേദമായെന്നൊക്കെ പറയുന്ന ആൾക്കാരെ കേൾക്കുമ്പം ഉള്ളി തൊരിച്ചു പോയാൽ അകത്തോട്ട് കയറി ചോദിച്ചു പോയാൽ മതി. പോയി കഴിയുമ്പോൾ പലയിടത്തും അവനവന്റെ അരഗൻസും അവനവൻ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങളും ആ മണ്ടത്തരത്തെ സ്വന്തം ഭർത്താവ് പോലും അറിയാതെ മറച്ചു വെച്ച് കാണിച്ചു കൂട്ടിയ പരിപാടികൾ കാരണം ഇന്ന് ജീവിതം പുസ്തകമാണ്. വർക്ക് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുക. ആൻഡ് ദിസ് വാസ് ഇൻവൈറ്റ്. ഇത് നിങ്ങൾ ക്ഷണിച്ച് വരുത്തിയ അതിഥിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ന് ഞാൻ പറയും. സോ ബി കെയർഫുൾ. ഞാൻ ഈ പറഞ്ഞ കേസ് ആരെയും മോശമായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. ദയവ് ചെയ്ത് അങ്ങനെ വിചാരിക്കരുത്. ഞാൻ നിങ്ങളുടെ മക്കളെ ഒന്നും മോശമായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞങ്ങൾ ആരെങ്കിലും ബെറ്റർ ആണെന്നും പറയുന്നില്ല. സീനിയർ ആയതുകൊണ്ട് ഒരുത്തിനും ബെറ്റർ ആക്കുക, അത് എടുത്തു പറയാം. ഒരു സീനിയർ ആയിട്ടുള്ളവനും ബെറ്റർ അല്ല. എല്ലാവരും മനുഷ്യർ മാത്രമാണ്. തെറ്റുകൾ പറ്റും. തെറ്റുകൾ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഇതുവരെ ജീവൻ വെച്ച് കൈകാര്യം ചെയ്യുന്ന ഫീൽഡിനകത്ത് തെറ്റുകൾ പറ്റുന്നതും മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഗീത് മാറാൻ മറന്നു കഴിഞ്ഞാൽ അടുത്ത നോബ് പിടിച്ചിട്ട് ക്ലച്ച് ഔട്ടി അടുത്ത എന്തൊരു ചെയ്യാം. സോറി, അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഫീൽഡിനകത്ത് അത് അത്രയും പോസിബിൾ അല്ല. തെറ്റുകൾ പറ്റിയാൽ അതിന് ഗുരുതരാവസ്ഥ ഉണ്ടാവും, അല്ല കൈവിട്ട് പോകുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിൻ്റെ അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കാതെ പോകും. അത്രേ ഉള്ളൂ ഇതിന്റെ യുക്തി. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലി പോകണമെന്നോ നിങ്ങളെ ജയിലിൽ പിടിച്ചതൊന്നും അർത്ഥമില്ല. ഇതിന് അതിൻ്റെതായിട്ടുള്ള ലൂപ്പുകളും ഉണ്ടല്ലായിരുന്നു. ഈ ബ്ലാങ്കറ്റ് റിഫ്യൂസൽസും വേറെ തന്നെ ഹെൽപ്പ് ചോദിക്കാതിരിക്കലും ദുരഭിമാനം വെച്ചുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ മറച്ചു വെച്ചുള്ള കലർന്നുണ്ടാക്കലും മാത്രം നിർത്തിയാൽ മതി. ദ സിസ്റ്റം ഈസ് റെഡി ടു സെർവ് യു. സിസ്റ്റം ഈസ് റെഡി ടു ബാക്ക് യു അപ്പ്.
പക്ഷെ അവന് നിങ്ങളും കൂടെ മനസ്സ് വെക്കണം, അല്ലാതെ ആരും നൂലിന്ന് വെട്ടി ഇറക്കി തരൂല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.